ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി ഇല്ലെന്ന് സുപ്രീം കോടതി. സമയപരിധി നിശ്ചയിച്ച 2-അംഗ ബെഞ്ചിന്റെ വിധി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി. കേരളം ഉൾപ്പെടെ NDA ഇതര സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. രാഷ്ട്രപതിക്കോ ഗവർണർമാർക്കോ സമയപരിധികൾ നിർദ്ദേശിക്കുന്നത് ഉചിതമല്ലെന്ന വ്യക്തതയാണ് സുപ്രീം കോടതി നൽകിയത്. കോടതി മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധികാരം ഏറ്റെടുക്കരുത്. തമിഴ്നാട് കേസിൽ ബില്ലുകൾക്ക് അംഗീകാരം നൽകിയ നടപടി വ്യവസ്ഥകൾക്ക് വിരുദ്ധമെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് BR ഗവായി ഉൾപ്പെട്ട 5-അംഗ ബെഞ്ചാണ് രാഷ്ട്രപതിയുടെ റഫറൻസിൽ വിശദമായ വാദം കേട്ട ശേഷം മറുപടി നൽകിയത്. അതേസമയം ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചുവയ്ക്കുന്നത് അഭിലഷണീയമല്ലെന്നും ബില്ല് നിയമമായാൽ മാത്രമേ കോടതിക്ക് ഇടപെടാൻ സാധിക്കൂവെന്നും കോടതി അഭിപ്രായപ്പെട്ടു. സമയപരിധി നിശ്ചയിക്കാൻ അപ്പീൽ നൽകുമെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ പ്രതികരിച്ചു. സുപ്രീം കോടതി വിധി ഒറ്റനോട്ടത്തിൽ സംസ്ഥാനത്തിന് അനുകൂലമെന്നാണ് മന്ത്രി P. രാജീവിന്റെ പ്രതികരണം. കേരളത്തിന്റെ കേസിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ പൊതുവെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ബില്ലുകളിൽ ഗവർണർമാർ നടപടിയെടുക്കാത്തതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ബില്ലുകൾ അനന്തകാലം തടഞ്ഞുവെക്കാൻ കഴിയില്ല എന്ന സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. തുടർന്നും ഗവർണർമാർ ബില്ലുകൾ അനന്തകാലം തടഞ്ഞുവെക്കുകയാണെങ്കിൽ ഈ സുപ്രധാന ഭാഗം മുൻനിർത്തി സംസ്ഥാനങ്ങൾക്ക് വ്യവഹാര വഴികൾ തേടാം. R. അച്യുതൻ, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.